പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം ഭക്തി വളർത്തുക എന്ന ഉദ്ദേശത്തോടെ എഴുതപ്പെട്ട കൃതികളല്ല. നടന്നതും നടക്കാനിരിക്കുന്നതുമായ സംഭവങ്ങളുടെ വിവരണമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരകാരകന്മാരായ ത്രിമൂർത്തികളിൽ ജീവന്റെ അധിപനാണ് മഹാവിഷ്ണു എന്ന് നമുക്കറിയാം. അതുതന്നെയാണ് മത്സ്യം മുതൽ വിവിധ ഭാവങ്ങൾ കൈക്കൊണ്ട് ദേവൻ ഭൂമിയിൽ അവതരിച്ച് ജീവിച്ചത്. ഈ ഭാവങ്ങളൊക്കെയും നമ്മുടെ ആരാധനാമൂർത്തികളായി മാറുകയും ചെയ്തു. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്നും മണക്കാട്ടേക്ക് പോകുന്ന വഴി ഏതാണ്ട് 500 മീറ്റർ നടന്നാൽ പുണ്യപുരാതനമായ ഒരു ശാസ്താക്ഷേത്രത്തിന് മുന്നിൽ എത്തിച്ചേരാം. ഹരിയും പുരഹരനും തിരുവിളയാടിയ നാളി ഒരു തേജസ്സിൽ ഉരുവാകിയ ശബരിഗിരിവാസിൻ